ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഞാൻ ഇട്ട ഈ വീഡിയോസൊക്കെ എല്ലാവരും കാണുകയും ലൈക്കും സബ്സ്ക്രൈബും പിന്നെ കമൻറ്റും ഒക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. എനിക്ക് അതിൽ നിങ്ങളോടെല്ലാം നന്ദിയുണ്ട്. അപ്പം എന്നോട് കുറച്ച് സംശയങ്ങളൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വിവരം പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ എൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു, ഏത് ജില്ലയാണെന്ന് ചോദിച്ചു. ഞാൻ കൊല്ലം ജില്ല ഓച്ചിറയിലാണ് എൻ്റെ വീട്. അപ്പം എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ തുടർന്നുള്ള വീഡിയോസ് ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഉള്ള അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരാം. ഞാൻ പൂവൻകോഴികളെ മേടിക്കാൻ പോവുകയാണ്. ഞാനന്നേരം പൂവൻകോഴിയെ വളർത്തുന്നത് ലാഭമാണോ എന്നുള്ള രീതിയിൽ കമൻസ് തരണമെന്ന് പറഞ്ഞപ്പം വളർത്തുന്നവർ എനിക്ക് കമൻ്റ് ഇട്ട് പറഞ്ഞിട്ട് പൂവൻകോഴി വളരെ ലാഭമാണ്. കാരണം ഇത് വളർത്താനാണ്. ഇതിപ്പം അഴുക്കൊക്കെ ആയി കിടക്കുവാണ്. നേരത്തെ കോഴികൾ കിടന്നൊന്ന് വൃത്തിയാക്കിയെങ്കിലും ഇപ്പം ഉപയോഗമൊന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതിനിപ്പം വൃത്തിയാക്കണം എനിക്ക്. ഇതൊരു ദിവസം നിന്ന് എനിക്കും മക്കൾക്ക് കൂടെ ഒന്ന് വൃത്തിയാക്കി ഇതെല്ലാം ഉള്ളൊന്ന് സെറ്റാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് പൂവന്മാരെ മേടിച്ചിടാനാണ് എനിക്ക് താല്പര്യം. അതുപോലെ നമ്മൾ പൂവൻകോഴികളെ വളർത്തുമ്പോൾ എപ്പോഴും ഗിരിരാജൻ്റെ പൂവൻകോഴികളെ വളർത്താവൂ. കാരണം അതാകുമ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് വരും. ഈ അല്ലാതെ BB3 80യുടെ കോഴിയും നാടൻ കോഴിയുടെ പൂവനൊന്നും വളർത്തരുത്. അത് എല്ലാവരും ഒന്നും വളരത്തില്ല. അപ്പം നമുക്ക് എന്ന് പറയാൻ ഇവരെ വളർത്താൻ ഒരു ചിലവുമില്ല. ചോറും പിന്നെ റേഷനരിയും കൊടുത്താൽ മതി. പിന്നെ ഈ പിണ്ണാക്ക് കിട്ടും നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന്. നമുക്ക് ഈ എണ്ണയാട്ടുന്നതിൻ്റെ ആ പിണ്ണാക്കുണ്ടല്ലോ, അത് കൊടുത്താൽ ഏറ്റവും നല്ലത്. പെട്ടെന്ന് തടിച്ച് നല്ല നെയ്യൊക്കെ വെക്കും പൂവൻകോഴി. പിന്നെ ചോറും ഗോതമ്പോലി എല്ലാം കൂടെ കുഴച്ച് കൊടുത്താലും നല്ലതാണ്. എങ്ങനെയൊക്കെ ആയാലും പൂവന് പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് ഒരു ആഹാരം മേടിക്കേണ്ടി വരത്തില്ല. നമ്മുടെ കയ്യിലുള്ള ആഹാരം കൊടുത്താൽ മതി. ഞാനിപ്പോൾ പട്ടിക്ക് റേഷനരിയാണ് വെക്കുന്നത്. അപ്പം അതിൽ നിന്ന് കുറച്ച് ചോറുകൂടെ അധികം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൂവന് കൊടുക്കും. അപ്പം ഇടയ്ക്ക് പക്ഷെ നമുക്ക് ഇതൊന്നും പറ്റത്തില്ല. അവർക്ക് ഈ അവരുടെ തീറ്റി മാത്രം പുല്ലുമൊക്കെ പറ്റും. ഞാൻ എന്നാലും ഇടയ്ക്ക് ഗോതമ്പും ആഴ്ച ഒരു ദിവസം ഒരു ഇച്ചിരി ലേശം അരിയൊക്കെ കൊടുക്കും. ആരും അരി കൊടുക്കരുതെന്നൊക്കെ പറയും. പക്ഷെ ഞാനൊരു ഇച്ചിരിയൊക്കെ കൊടുക്കും. എന്നും ഒരേ തീറ്റ തന്നെ ആയാലും അവർക്കും മടുപ്പ് വരുത്തില്ലേ. അപ്പം നമുക്ക് അവർക്ക് കൊടുക്കുന്ന തീറ്റകളൊന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് അതൊന്ന് പരിചയപ്പെടുത്താം. ഇപ്പം ഇതിങ്ങനെ കിടക്കുന്നത് ഒത്തിരി നാളായി. നമ്മുടെ കോഴിയൊക്കെ ഇതിനകത്തുനിന്ന് പോയിട്ട് ഒത്തിരി ആയി. നമ്മളതിന് ശേഷം ഇതിൽ തുറക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഈ ഡോറ് തുറക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി ഇതെല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് വേണം നമുക്കിതിനകത്ത് കോഴി ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ കോഴിയെ ആദ്യം ഞങ്ങൾക്ക് നല്ല പൂവൻകോഴിയെ കിട്ടുന്ന ഒരിടം ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം. അവിടെ ചെന്ന് ഞങ്ങൾ കോഴിയെ മേടിച്ചിട്ട് ആ കോഴി എങ്ങനെയുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം. അതനുസരിച്ചിട്ട് ഞങ്ങൾ എവിടുന്ന പൂവൻകോഴിയെ മേടിച്ചതെന്നും എല്ലാം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം ഞങ്ങളതൊന്ന് വളർത്തി അതിനെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് അതും പറയാം. 40 നാടൻ കോഴി ഉണ്ടായിരുന്നു. അവർക്ക് ഞാൻ ചോറും ഗോതമ്പൂരിയുടെ കുഴച്ച് കൊടുക്കും, ഗോതമ്പ് മേടിച്ചു കൊടുക്കും, അരി എല്ലാം കൊടുക്കുമായിരുന്നു. പക്ഷെ അവർ നല്ലപോലെ മുട്ട ഇടുമായിരുന്നു. പക്ഷെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മുട്ട അങ്ങ് കുത്തി കുടിക്കും. അവസാനം ഞാൻ ഇതിനകത്ത് കൊട്ടയായിട്ട് കാവലിരുന്നായിരുന്നു മുട്ട പെറുക്കി എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു കൂടും സെറ്റപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട്. മാത്രമേ നിങ്ങൾ കണ്ടില്ലേ, നല്ല ഇവിടെ അപ്പുറത്ത് കണ്ടമാണ്. അപ്പൊ നല്ല കാറ്റായാലും ഒക്കെ വരുന്നതാണ്. 40,000-40,000 രൂപയോളം ആയിരുന്നു ഷീറ്റും കൂലിച്ചെലവും ഇതെല്ലാം കൂടെ. പക്ഷെ ഒരു ലാഭം പോലും എനിക്ക് കിട്ടിയില്ല. നഷ്ടമേ ഉള്ളായിരുന്നു. ഇപ്പൊ ഇന്ന് പൂവനെ വളർത്താം. ഇതിപ്പോ നല്ല ഹാപ്പി ആയിട്ട് ഇവർക്ക് നല്ല കാറ്റ് കിട്ടും. കണ്ടോ, അപ്പുറത്തൊക്കെ കണ്ടോ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റും കിട്ടും. ഞങ്ങളിനി കോഴിക്ക് കൊടുക്കുന്ന തീറ്റയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. തീറ്റി കൊടുക്കുന്നത് ഞാൻ പരിചയപ്പെടുത്താം. മുട്ട ഇടുന്ന കോഴിക്ക് കൊടുക്കുന്ന തീറ്റയാണ് ഇത്. ഇത് മുട്ടക്കോഴിയുടെ തീറ്റയാണ്. അതായത് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ. ഇവരിപ്പം മുട്ടയിടുന്ന കോഴികളാണ്. അപ്പോൾ ഇത് മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ ഇതാണ് ലെയർ മാഷ്. ഇതാണ്ട് ഈ തീറ്റ കണ്ടോ. ഈ മുട്ട ഇടുന്ന കോഴികൾക്ക് നമ്മൾ ഇതാ കൊടുക്കേണ്ടത്, ലെയർ മാഷ്. പൊടി അതിനകത്ത് ചോളവും ഇത് കൊടുക്കുന്നത് ആ മുട്ട ഇടുന്ന കോഴിക്ക് നല്ലത്. കാരണം വലിയ കനം വരുത്തുമില്ല, നല്ല ഗുണവുമാണ്. അതുകൊണ്ട് ലെയർ മാഷ് കൊടുക്കുക മുട്ട ഇടുന്ന കോഴിക്ക്. പിന്നെ എൻ്റെ എല്ലാം 3.5 മാസമായ കോഴി അങ്ങ് കിടക്കുന്നല്ലോ. 3.5 മാസമായ കോഴി അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഗ്രോവർ കണ്ടോ, വളർന്നുകൊണ്ടിരിക്കുന്ന കോഴിക്ക് ഈ ഗ്രോവർ വേണം കൊടുക്കാൻ. കണ്ടോ,
അതുപോലെ തീരെ കുഞ്ഞൻ കോഴിക്ക് സ്റ്റാർട്ട്, അതെനിക്ക് കുഞ്ഞൻ കോഴികൾ ഇല്ലാത്തതുകൊണ്ട് ആ തീറ്റി ഇല്ല. പിന്നെ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഈ തീറ്റി ഉണ്ടല്ലോ, ഈ തീറ്റിക്ക് ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യമേ കോഴികൾ തിന്നാൻ ഇത് വളരെ മടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഈ തീറ്റി ഉണ്ടല്ലോ, ഈ തീറ്റിയും ഈ 2 തീറ്റികളൂടെ ചേർന്ന് മിക്സ് ചെയ്ത് ഒരു 2 ആഴ്ച അവർക്ക് കൊടുക്കണം. കൊടുക്കുമ്പം ഇതിൻ്റെ ആ ടേസ്റ്റ് ഇവർക്ക് ആ ചൊവ അങ്ങ് മാറി കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇവർക്ക് ഇത് മാത്രമേ കൊടുക്കാവൂ. ഇതിൻ്റെ ഒരു ചൊവ പിടിക്കുന്നവരെ 2 ആഴ്ച ഈ 2 തീറ്റിയും കൂടെ കലർത്തി വേണം കൊടുക്കാൻ. പിന്നെ എല്ലാവരും പറയും കോഴിക്ക് പിന്നെ ഗോതമ്പ് കൊടുക്കരുത്, അരി കൊടുക്കരുതെന്നൊക്കെ പറയും. എന്നുവെച്ചാൽ വെയിറ്റ് വന്നാൽ ഇവർ മുട്ട ഇടത്തില്ല. അതുകൊണ്ട് ഞാൻ പക്ഷേ ഗോതമ്പ് ആഴ്ച 2 തവണ കൊടുക്കും. പിന്നെ അരിയും ആഴ്ച 1 ദിവസം ഞാൻ കൊടുക്കും. കാരണം വെച്ചാൽ ഒരു ദിവസമൊക്കെ കൊടുത്തില്ലൊന്നും പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. എല്ലാരും ഇവിടെ അമ്മ പാത്രം എടുത്തതിന്റെ ഇതിലാണ് ഫ്രണ്ടിൽ വന്ന് തെളിയിക്കുക. പിന്നെ നേരത്തെ 1-2 വീഡിയോസ് ഞാൻ അവർക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ പേരും അത് കൊടുക്കുന്ന വിധവും പിന്നെ ആദ്യത്തെ മരുന്ന് അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വെള്ളത്തിൽ താഴ്ച കൊടുക്കുന്നത് എല്ലാം ഞാൻ ചെയ്ത് വേറത്തെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് മരുന്നൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കുന്നത് ചോദിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ നേരത്തെ 2 വീഡിയോ ഉണ്ട്, അത് കയറി കണ്ടാൽ ഞാൻ കൊടുക്കുന്ന മരുന്നുകളുടെ പേരും അതെങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്നും എന്ത് അസുഖത്തിനുള്ളതാണ് അവർക്ക് എന്തിനു വേണ്ടിയുള്ളതാണെന്നും എല്ലാം വിശദമായിട്ട് ഞാൻ ആ 2 വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുമുണ്ട് ആദ്യത്തെ ട്രിപ്പ് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അത് കണ്ടിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു തരും. എന്നോട് നിങ്ങൾ ചോദിക്കുന്നതാണ് എനിക്ക് സന്തോഷം, അത് പറഞ്ഞു തരുന്നത് എനിക്ക് അതിലേറെ സന്തോഷം. ഞാൻ നേരത്തെ നിങ്ങളോടെ കപ്പലണ്ടി പോച്ചയുടെ കാര്യം പറഞ്ഞല്ലോ, കോഴിക്ക് കൊടുക്കുന്നത്. അപ്പോൾ കപ്പലണ്ടി പോച്ചയെന്ന് ഇവിടെ ഉള്ള പേരാണ്, ഓരോ സ്ഥലത്തും ഓരോ പേര്, ഓരോരുത്തർ കമൻസ് ഇട്ട് വേറെ ഓരോതരം പേരുകളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കപ്പലണ്ടി പോച്ച മാത്രമല്ല, നമുക്ക് ഓമയുടെ ഇല കൊടുക്കാം, മൈസൂർ ചീരയുടെ ഇല കൊടുക്കാം, അതുപോലെ സാമ്പാർ ചീരയുണ്ട് അതിൻ്റെ ഇല കൊടുക്കാം, പിന്നെ മുരിങ്ങ ഇല കൊടുക്കാം. ഇതൊക്കെ എപ്പോഴും കിട്ടത്തില്ലല്ലോ. പിന്നെ ഒരു നീളം പോച്ച ഉണ്ട്, അതിന്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ പറിക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഏറ്റവും ബെസ്റ്റ് ഇവർക്ക് ഏറ്റവും ഗുണവും ഈ കപ്പലണ്ടി പോച്ചയാണ്. അതിന് ഒരു ഗുണമുള്ളത്, അത് പശുക്കൾക്കും കൊടുക്കും. ഞാൻ കപ്പലണ്ടി പോച്ച തിരഞ്ഞെപ്പോഴും പറിച്ച് കൊടുക്കാറ്. പിന്നെ അത് കുറച്ചേ കിട്ടത്തുള്ളെങ്കിൽ ഈ ഇലകളെല്ലാം കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാണുമൊന്നും കേൾക്കാൻ പറ്റില്ലെന്ന് ഒരാൾ കമൻറ്റിൽ പറഞ്ഞായിരുന്നു. അത് ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ നവാഹം നടക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. കാരണം സൗണ്ട് 9 ദിവസത്തേക്കും അത് കണ്ടിന്യൂസ് കാണും. അപ്പോൾ നമുക്ക് അത്രയും ദിവസം വീഡിയോ എടുക്കാൻ പറ്റാത്ത എടുക്കാതിരിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇട്ടത്. പക്ഷെ ഇപ്പം അത് കുറച്ച് പേര് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പം അത് ഓഫ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി ധൈര്യപൂർവ്വം ഞങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ വീട് ട്രെയിനിൻ്റെ ഭാഗത്താണ്, ഞങ്ങൾക്ക് ഇവിടെ റെയിൽവേ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കണം. എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം, ഞങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം പറയുന്നത് സന്തോഷമാണ്. ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ കൂടുതൽ ബെറ്റർ ആക്കാം. നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും മറ്റ് ആഹാരങ്ങളോ ഇലകളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു തരാം. എനിക്ക് പറഞ്ഞു തരണം, എനിക്കുള്ളത് ഞാൻ അങ്ങോട്ടും പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഞങ്ങൾ പൂവൻകോഴിയെ മേടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ എവിടുന്നാണ് മേടിക്കുന്നതെന്നും ഒക്കെ കാണിച്ചു തരാം. എന്നിട്ട് അത് കൊള്ളാമെങ്കിൽ ഞങ്ങളത് പ്രത്യേകം നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ നിങ്ങൾക്കും പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ